ഹലോ, നമസ്കാരം കൂട്ടുകാരെ. 10-20 ദിവസമായിട്ട് ഞാൻ ഫേസ്ബുക്കിലേക്കൊന്നും വരാറില്ല. എൻ്റെ ഫോണൊന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോയി. ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഫോണിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയും ചില്ലൊക്കെ പൊട്ടിപ്പോയി. ചില്ലൊക്കെ നുറുങ്ങി അങ്ങോട്ട് ഒരു പിരിപിരാന്നായിപ്പോയി. അപ്പോൾ അത് നന്നാക്കണമല്ലോ, നന്നാക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വേറൊരു ഫോണൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ കോണ്ടാക്റ്റ് ഒക്കെ മാറണല്ലോ. ഫോൺ നമ്പറുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊക്കെ തിരിച്ച് കിട്ടണമെങ്കിൽ വലിയ പാടല്ല. അപ്പോൾ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല ഫോണിൻ്റെ സ്റ്റോറേജിലല്ല, ഇമെയിൽ ഐ ഡിയിലായി. ഫോണിൻ്റെ സ്റ്റോറേജോ സിമ്മോ എന്നൊക്കെ നമുക്ക് കാണിക്കുന്നതിൽ സിമ്മിലൊക്കെ വളരെ കുറഞ്ഞതേ കൊള്ളുള്ളൂ. അതുകൊണ്ട് പിന്നെ പോയിട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് അതിലേക്ക് പോയാലും നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ കിട്ടിയാലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് ഇമെയിൽ ഐ ഡി കൊടുത്തിലാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇമെയിൽ ഐ ഡി മറന്നു പോയാൽ പോയി, അതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഉള്ളത്. അപ്പോൾ ഇമെയിൽ ഐ ഡിയും ഗൂഗിളിലേക്ക് ചെയ്ത് വെച്ചപ്പോൾ ഇമെയിൽ ഐ ഡി അറിയാം. അപ്പോൾ പാസ്വേഡ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഗൂഗിള് എല്ലാം കളഞ്ഞിട്ടും ഗൂഗിളൊന്ന് അതിനകത്ത് അക്കൗണ്ടൊക്കെ മാറ്റിയിട്ട് ഗൂഗിളൊന്ന് സേവ് ചെയ്യാൻ പോയി. അപ്പോൾ ഗൂഗിള് എടുത്ത ഫോണില്ല. ഗൂഗിള് സേവ് ചെയ്യുമ്പോൾ അത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമെയിൽ ഐ ഡി അറിയാതെ കൊടുത്തു, പാസ്വേഡ് ഗൂഗിളിൻ്റെ മറന്നുപോയി. അപ്പോൾ അത് മറന്നുപോയി എന്ന് കാണിക്കുന്ന ഒരു ഓപ്ഷൻ അതിൻ്റെ അടിത്താഴെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ പാസ്വേഡ് മറന്നു പോയോ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളതാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും വീണ്ടും നമ്മളോട് ഫോൺ നമ്പറൊക്കെ ചോദിക്കും. ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ നമ്മൾ ഇതൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുക്കണം. കാരണം ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഏതെങ്കിലും രീതിയിൽ ഗൂഗിളൊക്കെ എങ്ങനെയാലും പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടണുള്ളത്. തിരിച്ചു കിട്ടണമെങ്കിൽ അപ്പോൾ ഒരു ഫോൺ നമ്പറിലൂടെ വീണ്ടെടുക്കാൻ കഴിയും. ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ മറന്നു പോയാലും ഫോൺ നമ്പറിലൂടെ അത് വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഫോൺ നമ്പർ കൊടുത്തു, അന്നേരം പാസ്വേഡ് ചോദിക്കും. അപ്പം അതൊരു പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് അറിയത്തില്ല. അപ്പം പാസ്വേഡ് മറന്നു പോയോ എന്ന് ചോദിക്കും, അതിനകത്ത് കാണിക്കും. അപ്പം അതിൽ തൊട്ട് കഴിയുമ്പോഴേക്കും അടുത്ത ഇതിലേക്ക് പോകും. നമുക്ക് എന്താണ് അത് വീണ്ടും പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു മാർഗം പരീക്ഷിക്കുന്നതിൻ്റെ അടിയിൽ കാണും. അപ്പോൾ അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല ഇംഗ്ലീഷിൽ. അപ്പം എന്തായാലും അതിൻ്റെ അടി കാണുന്നതിനാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഫോണിലാണെങ്കിൽ പിന്നെ അങ്ങനെ മലയാളത്തിലായതുകൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ എളുപ്പം കഴിയും. അപ്പോൾ വേറൊരു മാർഗം പരീക്ഷിക്കാൻ. അപ്പം അങ്ങനെ വേറൊരു മാർഗം പരീക്ഷിക്കാൻ പോകുമ്പോഴും നമുക്ക് ആ മാർഗത്തിൽ നമ്മുടെ ഫോട്ടോയും ഒക്കെ കാണിക്കുന്ന ആ ഇത് കാണിക്കും, അക്കൗണ്ട് കാണിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതല്ല എങ്കിൽ നമ്മളോട് അതും എല്ലാം കിട്ടുന്നില്ല എങ്കിൽ നമ്മളോട് പുതിയൊരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ പുതിയൊരു പാസ്വേഡ് കൊടുക്കാൻ പറയും. അപ്പം അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്കൊരു പുതിയതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ആ പഴയ ഐ ഡിയിൽ അക്കൗണ്ട് തന്നെ അതിനകത്ത് നഷ്ടപ്പെടാതെ കിട്ടിക്കോളുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫോളോ ചെയ്ത് പോകണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോയി അതിൻ്റെ ഗൂഗിളിൽ കയറി ഗൂഗിളിൽ നമ്മുടെ അക്കൗണ്ടൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്നുള്ളതല്ല അതിനകത്ത്, ഈ പഴയ ഫോണിലുള്ളതല്ല അതിനകത്തേക്ക് വന്നു. പക്ഷെ ഫേസ്ബുക്ക് മാത്രം വന്നില്ല. ഫേസ്ബുക്കിൻ്റെ വരാത്തത് കൊണ്ട് അതിപ്പോൾ വലിയ വിഷമമായി പോയി. എന്താ ചെയ്യാന്നുള്ളത്. 2 ദിവസം ഉറക്കം പോലും പോയി, അത്രയ്ക്കായിപ്പോയി. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്ത് പല പ്രാവശ്യം ഫേസ്ബുക്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കി. അപ്പോഴും പാസ്വേഡ് തെറ്റാ, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി തെറ്റാന്നൊക്കെ കാണിക്കും. അപ്പൊ തെറ്റാതെ ഇമെയിൽ ഐ ഡി ഈ ഫോണിൽ കൂടെ തന്നെയാണ് പുതിയ ഫോണിൽ കൂടെ തന്നെയാണ് അതിൻ്റെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അവിടെ കിട്ടും. അതുകൊണ്ട് ഗൂഗിളിൽ കയറി അപ്പം ഗൂഗിളൊക്കെ വേണ്ടാത്ത പണിയിട്ട് ലോഗ് ചെയ്തത്. അപ്പം അതൊക്കെയാണ് ഇങ്ങനെയാ ചെയ്യേണ്ടതൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് ഗൂഗിളിൽ കയറി നമ്മുടെ പാസ്വേഡ് അതിനകത്തുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഫേസ്ബുക്കിൻ്റെ കണ്ടുപിടിച്ച് അതിൻ്റെ ഡബിൾ വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നമ്പറുകളൊക്കെ കുറിച്ചൊക്കെ എടുത്തു.
എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാനത് വീണ്ടും ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തു. എന്തായാലും അതിനകത്ത് കണ്ട പാസ്വേഡും ഇമെയിൽ ഐ ഡിയും വെച്ച് ലോഗിൻ ചെയ്ത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എല്ലാം ശരിയായിട്ട് കറക്റ്റായിട്ടൊക്കെ പോയി. അതിന് അവരൊരു OTP നമ്മുടെ ആ പഴയ ഫോൺ നമ്പറിലേക്ക് തരും. അപ്പോൾ ആ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് OTP വരും. ആ OTP കൊടുത്താൽ മതി. OTP ഒക്കെ കൊടുത്ത് അങ്ങനെ ആദ്യമൊന്നും OTP വരുന്നേ ഇല്ല. പിന്നെ OTP ഒക്കെ വന്ന് അതെങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞ് അത് കൊടുത്തു. OTP കൊടുത്തിട്ടും തിരിച്ച് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരും. ഇപ്പൊ കിട്ടുമെന്ന് ഓർത്ത് നോക്കിയിരിക്കുമ്പോഴേക്കും നമുക്ക് അത് എന്തോ തകരാറിലാണ്, ചെറിയ പിശക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എററാണ്, സാങ്കേതികമായ തകരാറാണ്, ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യമൊക്കെ ഞാൻ 3-4 പ്രാവശ്യവും ഇതിങ്ങനെ ചെയ്യുമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ, രണ്ടാമത്തെ ദിവസം. പിന്നെ ഞാൻ ദിവസം ഒന്നാക്കി. എന്നും പോയി അത് ഇങ്ങനെ നോക്കും, എന്താ ചെയ്യേണ്ടത്, ഈ ലോഗിൻ ചെയ്ത് നോക്കും എവിടെ കിട്ടാൻ. അവസാനം ഞാൻ മെറ്റയുടെ ആ സൈറ്റില് ഹെൽപ്പ് സെന്ററിൽ കയറി എഴുതി, മലയാളത്തിൽ തന്നെ എഴുതി. കാരണം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ മറ്റേയാളുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതി. കാരണം മലയാളത്തിൽ നമ്മൾ എഴുതുന്നതിനകത്ത് കണ്ടന്റുകളും തെറ്റായ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെയുള്ള കണ്ടുപിടിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ നോക്കൂ. അപ്പൊ ഞാനെന്ത് ചെയ്തു, മറ്റേ ഹെൽപ്പ് സെന്ററിൽ കയറി മലയാളത്തിൽ എഴുതി. ഇന്നുവരെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. എന്തായാലും എനിക്കത് അപ്പൊ അതിനും നിങ്ങൾ മറ്റൊരു ഇതിൽ നിന്നും ഉപകരണത്തിൽ നിന്നും നിങ്ങൾ ലോഗിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷ് വരുന്നവരോട് എനിക്കിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും നോക്കി. നമ്മുടെ തിരക്ക് ഇച്ചിരി കൂടുതലാണ്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ പ്രായമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കും വേഗതയും സങ്കടവും ചിന്താശേഷിയും ഒക്കെ കുറയുകയാണ്. അപ്പം അവരെഴുതി കാണിക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. അത് ചെയ്യാതെ ഇങ്ങനെ ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ അവസാനം അത് വീണ്ടും അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റൊരു നേരത്തേക്ക് എൻ്റെ ഫോണൊക്കെ നന്നാക്കിക്കൊണ്ട് വന്നു. അപ്പം മറ്റൊരു ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ ഫോണിൻ്റെ പേരടക്കം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ പഴയ ഫോണിലെ ഇതിലേക്ക് അവർ അതിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ കോഡ് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ ഫോണ് തന്നെ തുറന്ന് നോക്കി കോഡ് നോക്കി കണ്ടുപിടിച്ച്, അപ്പൊ ആ ഫോൺ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ പഴയ അക്കൗണ്ടിൽ തന്നെ എടുക്കാവുന്ന നോക്കിയിട്ടൊന്നും കിട്ടി. എനിക്ക് പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങാൻ, ഫോണിൻ്റെ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങാൻ നോക്കിയിട്ട് എൻ്റെ ഫോൺ നമ്പർ രണ്ടും ആണല്ലോ നമ്മളൊരു ഇത് കൊടുക്കുന്നത്. അപ്പൊ 2 ഫോൺ നമ്പർ ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല, ഒരു ഫോൺ നമ്പറേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ഫോൺ നമ്പർ വെറുതെ സിമ്മിൽ വെറുതെ ഇട്ടേക്കുന്നുള്ളൂ. അപ്പൊ 1-2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പൊ ആ ഫോൺ നമ്പറിലേക്കാണ് അവർ ഈ OTP അയക്കുന്നത്. അപ്പൊ അത് കൊണ്ട് ഞാൻ ആ ഫോൺ നമ്പർ അത് എടുത്ത് അതിനകത്തിട്ട് പഴയ ഫോണിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് മെസ്സേജ് OTP വന്ന് ആ OTP എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ട് ഫേസ്ബുക്ക്, അങ്ങനെയാണ് എനിക്ക് അത് തുറന്നു കിട്ടുക. കാരണം മറ്റൊരു ഉപകരണത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് കോഡ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവർ കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഈ ഫോണൊക്കെ ഇങ്ങനെ പലപ്പോഴും എൻ്റെ ഫോണുകളൊക്കെ ഇങ്ങനെ എൻ്റെ പുതിയ ഫോണുകളൊക്കെ വേറെ ഇതിനു മുമ്പൊക്കെ മേടിച്ചപ്പോഴൊക്കെ ഞാൻ ഫോണൊക്കെ ഓൺലൈനിലാണ് കേട്ടോ മേടിക്കാറ്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ നമ്മൾ തന്നെ വേണം അത് ഓണാക്കി അതിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ അത് ആദ്യമേ ചെയ്യുന്ന ഒരു പടിയാണ് അതിൻ്റെ ഭാഷ തിരഞ്ഞെടുക്കുന്നത്. അത് മലയാളത്തിലാക്കും. അത് കഴിഞ്ഞ് വരും നമുക്ക് ഇങ്ങനെ നമ്മുടെ പഴയ ഇമെയിൽ ഐ ഡി പഴയ ഫോണിൽ നിന്ന് ഇതിനകത്തേക്കൊക്കെ മാറണമെങ്കിൽ ആ ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്താൽ മതി. അപ്പൊ അതിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ പഴയ ഫോണിലുള്ളതൊക്കെ ഇങ്ങോട്ട് മാറ്റണോ എന്ന് അവർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അത് അങ്ങനെ ചെയ്യാത്തതാണ് എനിക്ക് പറ്റിയ തെറ്റും. അപ്പൊ ഞാൻ അതിൻ്റെ ആ ലോഗിൻ ഒന്നും ചെയ്യാതെ ഇത് കൊടുത്തു പോയി. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും എനിക്ക് വളരെയേറെ സന്തോഷമായി. ഇവിടെ പറയുന്ന പോലെ കാണാതെ പോയത് കണ്ട് കിട്ടിയപ്പോൾ തുള്ളിച്ചാടി മറ്റേ കൂട്ടുകാരെയും അയൽവക്കക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടി ആഹ്ലാദിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ
വലിയ സന്തോഷമായി പോയി. കാരണം ഇത് കിട്ടിയല്ലോ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ കിട്ടി, ഇനി കിട്ടിയാലെന്നൊക്കെ ഓർത്തിരുന്ന ഞാൻ പല പ്രാവശ്യം മറ്റൊക്കെ ഇങ്ങനെ എഴുതി. അങ്ങനെ എന്തായാലും അവന്റെ ആദ്യം തുറന്നു തരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടേതായ എന്തോ ഒന്നായിട്ടാണ് തോന്നുന്നത്. എന്തായാലും എനിക്കത് കിട്ടി. എന്തായാലും അതിന്റെ സന്തോഷം കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. കൂട്ടുകാരി, നമസ്കാരം.